നമുക്ക് ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കുകയും ഒരു പാട്ടിൻ്റെ ശീല ചേർന്ന് പാടുകയും ചെയ്യാം. ദൈവമേ നിൻ മഹാസ്നേഹമാതിൻ വിധമാക്കു ചിന്തിച്ചറിയാ എനിക്കാവതില്ലേ യാതിനാഴമള നേടാനെത്ര ബഹുലമാഹോയൻ ദാതിശയാമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. നമുക്കിരിക്കാം, യഥാസ്ഥാനങ്ങളിലിരിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ 2.5 ദിവസത്തെ കോൺഫറൻസിൻ്റെ അവസാന സെഷനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിലുള്ള വിശുദ്ധി എന്ന ചിന്താവിഷയത്തിന് കീഴെ അല്ലെങ്കിൽ അതിന് ചുറ്റാകെ നമ്മൾ ഈ ദിവസങ്ങളിലായിരുന്നല്ലോ. നമ്മൾ യഥാർത്ഥ വിശുദ്ധിയെക്കുറിച്ചുള്ള ഒരു കേൾവി നമ്മുടെ ജീവിതത്തിലൊരു ഭാരമാണോ, എങ്ങനെ ഇങ്ങനെ ജീവിക്കാനായിട്ട് കഴിയും, മറ്റു പലർക്കും കഴിയും, എന്നെക്കൊണ്ടത് കഴിയുകയില്ല എന്നുള്ള നിലയിൽ ഒരു വിഡ്രോവൽ സിൻഡ്രം അതാണോ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സുകൊണ്ട് മെല്ലെ പിന്മാറിപ്പോകുന്ന ഒരു കാര്യമാണ്. നല്ല കാര്യമൊക്കെയാണ്, പക്ഷേ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ യാഥാർത്ഥ്യമാകി തീരുകയില്ല. കാര്യം ഇപ്പം നമ്മൾ കേട്ടതുപോലെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഒരു വീട്ടിലേക്കാണ് പോകുന്നത്. ക്ലയോപ്പാവും ഭാര്യയും കൂടെ ഒരു വീട്ടിലേക്കാണ് പോകുന്നത്. കോൺഫറൻസ് കഴിഞ്ഞ് എന്നാലും ക്ലയോപ്പാവിൻ്റെ ഭാര്യ മറിയ തന്നെ, അല്ലാതെ വേറൊരു ആളല്ല. കുഞ്ഞുങ്ങൾ അതേ കുഞ്ഞുങ്ങൾ തന്നെ, അതേ പറഞ്ഞാൽ കേൾക്കാത്ത അതേ കുഞ്ഞുങ്ങൾ, അയൽക്കാരൻ അതേ അയൽക്കാരനാണ്. സാഹചര്യങ്ങൾ മാറുന്നില്ല. ഇവിടെ ഇരിക്കുന്നത് നല്ലതായിരുന്നു. കർത്താവിനോട് പത്രോസ പറഞ്ഞല്ലോ, ഞങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ 3 കുടിൽ പണിയാം, ഇവിടെ അങ്ങിരിക്കാം, കോൺഫറൻസും ഒക്കെ ആയിട്ട് ഇവിടെ കൊള്ളാം, സംഗതി കൊള്ളാം. പക്ഷേ നമ്മൾ താഴ്വാരത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട്, നമ്മുടെ വീടുകളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഈ യഥാർത്ഥ വിശുദ്ധിയെക്കുറിച്ച് നമ്മൾ കേട്ട വലിയ പ്രസംഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രായോഗികമാക്കാൻ കഴിയും എന്നൊരു പേടിയോടെ നമ്മൾ ആരും, ഒരാൾ പോലും, ഇവിടെ ഇരിക്കുന്ന ഒരു കുഞ്ഞു പോലും പോകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കർത്താവായ യേശു ക്രിസ്തു, ഏറ്റവും വിശുദ്ധനായ കർത്താവ്, താന് മടങ്ങിപ്പോകുന്നു. തൻ്റെ ശിഷ്യന്മാരെ ഈ ഭൂമിയിലാക്കിയിട്ട് താൻ ഒട്ടേറെ കാര്യങ്ങൾ അവരോട് പറഞ്ഞു. ആ സന്ദേശങ്ങളെല്ലാം നൽകിയതിന് ശേഷം കർത്താവ് മടങ്ങിപ്പോകുമ്പോൾ യഥാർത്ഥ വിശുദ്ധിയെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. തൻ്റെ ജീവിതം കൊണ്ടത് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവരുടെ ജീവിതത്തിലുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് ഇതേപോലെ ഈ വിശുദ്ധൻ ഒത്തവണ്ണം ഞങ്ങളും മാതൃകയായിട്ട് ജീവിക്കണം എന്നുള്ളതാണ് അവരുടെ മുമ്പിലുള്ള വെല്ലുവിളി. പക്ഷേ കർത്താവ് അവരെ വിട്ടു പോകുമ്പം അവരെ നിരാശയിലും ഇത് സാധ്യമാണോ എന്നുള്ള ചിന്തയിലുമായിരിക്കുമ്പോൾ കർത്താവ് അവർക്ക് കൊടുത്ത അവസാനത്തെ സന്ദേശം എന്താ? കർത്താവ് ഈ ലോകം വിട്ടു പോകുമ്പോൾ തൻ്റെ ശിഷ്യന്മാർക്ക് ഒരുതരം അനാഥരായിട്ടുള്ളവരെ പോലെ, ആരും അഭയമില്ലാത്തവരായിട്ട്, ആരും അവരെ നയിക്കാനായിട്ടൊരു നായകനില്ലാത്തവരെ പോലെ, ചിന്നി ആട്ടിൻകൂട്ടത്തെ പോലെ അങ്ങനെ നിൽക്കുന്ന ഈ ശിഷ്യന്മാരോട് കർത്താവ് അവസാനമായിട്ട് നൽകിയ സന്ദേശം എന്താണ്? ആ സന്ദേശം തന്നെയാണ് നമുക്കും ഇന്ന് ആവശ്യമായിട്ടുള്ളത്. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, കർത്താവ് അവരെ വിട്ട് സ്വർഗാരോഹണം ചെയ്യുകയാണ്. സ്വർഗാരോഹണം ചെയ്യുമ്പം അവർക്കൊത്തിരി സംശയമുണ്ട്. എപ്പോഴാണ് നീ ഈ രാജ്യം യഥാസ്ഥാനപ്പെടുത്തുന്നത്? എങ്ങനെ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകും? ഞങ്ങൾക്കിതിലെന്താ പങ്കാളിത്തം? നീ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം എങ്ങനെയാകും? ഞങ്ങളുടെ കാര്യം നോക്കി നടത്താൻ ആരുണ്ട്? ഒട്ടേറെ ചോദ്യങ്ങൾ അവരുടെ മനസ്സിലുണ്ട്. പല ചോദ്യങ്ങളും അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല. പക്ഷേ ഉള്ളിൽ വിഷമങ്ങളും ചിന്താകുലങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്നവരോട് അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലപ്രവൃത്തി 1:8 കർത്താവ് പറയുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ എൻ്റെ സാക്ഷികളാകും, നിങ്ങളെ ശക്തി ലഭിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളും ഈ വിശുദ്ധ ജീവിതത്തെക്കുറിച്ചുള്ള കേൾവിയോടെ കടന്നു പോകുമ്പോൾ നമ്മളിതെല്ലാം കേട്ടു, ഇതെങ്ങനെ നമുക്കിത് പ്രായോഗികമാക്കാനൊക്കും, ഇതിനാര് ഞങ്ങളെ സഹായിക്കും എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ കർത്താവ് ശിഷ്യന്മാർക്ക് നൽകിയ ഈ അന്ത്യ സന്ദേശം നമ്മളെയും ഉത്സാഹിപ്പിക്കട്ടെ. എന്താണത്? നിങ്ങളെ ഞാൻ അനാഥരായിട്ട് വിടുകയില്ല, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ വന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തും. നമ്മുടെയും പ്രശ്നം അതല്ലേ, നമുക്ക് വേണ്ട ശക്തിയില്ല. നമ്മുടെ വീട്ടിൽ നമ്മൾ ഈ കേട്ട കാര്യങ്ങൾക്കൊത്തവണ്ണം നമ്മുടെ ജീവിത പങ്കാളിയോടൊപ്പം, കുഞ്ഞുങ്ങളോടൊപ്പം ജീവിപ്പാനായിട്ടുള്ള ശക്തിയില്ല.
ജോലിസ്ഥലത്ത് ഇതിനൊത്തവണ്ണം ഒരു നിലപാടെടുപ്പാൻ പലപ്പോഴും നമുക്ക് ശക്തിയില്ല. ഇങ്ങനെ ശക്തിഹീനത ആണ് നമുക്ക് പലപ്പോഴും ചിന്താകുലങ്ങൾ കൊണ്ടുവരുന്നത്. എന്നാൽ കർത്താവ് പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ഇവിടെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നമ്മൾ ബ്രദർ പറഞ്ഞ പല കാര്യങ്ങൾ കേട്ടു. എന്നാൽ ഒടുവിലായിട്ട് നമ്മൾ കടന്നു പോകുമ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തിപരമായിട്ടൊരു കൺവിക്ഷനോടെ, ഒരു ബോധ്യത്തോടെ നമ്മളെല്ലാവരും കടന്നു പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പം ഇതുപോലെ നമ്മളൊരു കാര്യം കാണുന്നുണ്ടല്ലോ. 5-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, മറിച്ച് നിങ്ങൾ എന്താ കുടിക്കേണ്ടത്? നിങ്ങൾ ആത്മാവ് കുടിച്ച്, ബി ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്, ആത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് നിറയുക എന്നൊക്കെ പറയുമ്പം പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ വിചാരിക്കുന്നത് ഒരു സഭായോഗത്തിൻ്റെ, ഒരു മീറ്റിങ്ങിൻ്റെ, ഒരു ചർച്ച് ലൈഫിൻ്റെ പശ്ചാത്തലത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ, ഒത്തിരി വരങ്ങൾ എക്സസൈസ് ചെയ്യുന്നതും ഒക്കെയാണ് ആളുകൾ കരുതുന്നത്. എന്നാൽ നിങ്ങൾ ആത്മാവ് നിറഞ്ഞവരാകണം എന്ന് പറഞ്ഞിട്ട് താഴോട്ട് പറയുന്ന കാര്യങ്ങൾ എന്താ? ആ കണ്ണിയെ തീരുമ്പോൾ തൊട്ടടുത്ത കണ്ണിയെ ആരംഭിക്കുന്നത്, ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. അതിൻ്റെ താഴത്തേക്ക് വരുമ്പം അവണ്ണ ഭർത്താക്കന്മാരെ എന്ന് പറഞ്ഞ്, ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. 6-ാമത്തെ അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യത്തിലേക്ക് വരുമ്പം, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ദാസന്മാരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിൻ്റെ ഏകാഗ്രതയിൽ യജമാനന്മാരെ അനുസരിപ്പീൻ. അതിൻ്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യജമാനന്മാരെ ഭീഷണി വാക്കൊഴിവാക്കി നിങ്ങൾക്ക് സ്വർഗത്തിലൊരു യജമാനനുണ്ട് എന്നുള്ള ബോധ്യത്തോടെ കീഴ്ജീവനക്കാരോട് പെരുമാറുവീൻ. ഒടുവിലായിട്ട് പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പീൻ എന്നെല്ലാം പറഞ്ഞ് ഈ അധ്യായം അവസാനിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് അതിനെല്ലാം സഹായിക്കുന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ എഫേസ്യ ലേഖനം അവസാനിപ്പിക്കുന്നത്. എന്താ? നിങ്ങൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാകുവീൻ. ഈ കാര്യങ്ങൾ പ്രായോഗികമായ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു വീട്ടിലെ സാഹചര്യം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, കുഞ്ഞുങ്ങളും ഒപ്പനും തമ്മിലുള്ള ബന്ധം, യജമാനനും ദാസനും തമ്മിലുള്ള ബന്ധം, ഇവിടെ ഒക്കെയും നമ്മൾ കേട്ടതനുസരിച്ച് ഒരു വിശുദ്ധ ജീവിതം നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കർത്താവ് ഇതെല്ലാം പറഞ്ഞിട്ട് അനാഥരായി വിട്ടിട്ടില്ല. നോക്കുക, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് എന്ത് തരും? നിങ്ങൾക്ക് ശക്തി തരും, നിങ്ങൾക്ക് സ്ട്രെങ്ത് തരും. എന്തിന്? ഈ കേട്ട കാര്യങ്ങളുടെ സാക്ഷികളായിട്ട് നിങ്ങൾ തന്നെ നിൽക്കാൻ. സാക്ഷി ഉള്ള പ്രയോഗമൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുക. എവിടെയെങ്കിലും നിന്ന് സാക്ഷി പറയുന്നതാണ് സാക്ഷി. അതല്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ റിയലായിട്ടും ഈ സത്യങ്ങളുടെ വിറ്റ്നസ്സുകളായി നിൽക്കണം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ ഈ കേട്ട കാര്യങ്ങളുടെ സാക്ഷികളായിട്ട്, അതിൻ്റെ വിറ്റ്നസ്സായിട്ട്, അതിനെ അടയാളപ്പെടുത്തുന്നവരായിട്ട്, അതിനെ തെളിയിക്കുന്നവരായിട്ട് അങ്ങനെ നമ്മൾ നിൽക്കണം. നമ്മുടെ കുടുംബങ്ങൾ ആ നിലയിൽ ഒരു വിറ്റ്നസ് ആകണം, സാക്ഷികളാകണം. നമ്മുടെ പ്രാദേശിക സഭകൾ ആ നിലയിൽ ഈ കാലഘട്ടത്തിൽ ഒരു സാക്ഷിയാകണം. എങ്ങനെ കഴിയും? എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്കതിനുള്ള ശക്തി ലഭിക്കും. ഒരു കുടുംബജീവിതത്തിന്, ഒരു സഭാജീവിതത്തിന്, ഒരു ഓഫീസിലെ ഒരു ജീവിതത്തിനൊക്കെയുള്ള ശക്തി കർത്താവ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ശക്തി നമുക്ക് എങ്ങനെയാണ് പ്രാപിക്കാനൊക്കുന്നത്? നമുക്കൊരു വാക്യം നോക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം നമ്മൾ വളരെ വേഗത്തിൽ പല വാക്യങ്ങൾ നോക്കുകയാണ്. ദയവായിട്ട് എല്ലാവരും ഈ വാക്യങ്ങൾ നോക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്താലേ നമുക്ക് പ്രയോജനമുള്ളൂ. 7-ാം അധ്യായം അതിൻ്റെ 39-ാമത്തെ വാക്യം അവിടെ വരുമ്പോൾ അവന് പറഞ്ഞ ഈ കാര്യം, ജീവജലത്തിൻ്റെ നദികൾ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നൊഴുകും എന്ന് പറഞ്ഞത് എന്തിനെക്കുറിച്ചായിരുന്നു എന്ന് ബ്രാക്കറ്റ് ഇട്ട് പറയുന്ന യോഹന്നാൻ പറയുന്ന ഒരു വാക്യമാണ് 39-ാമത്തെ വാക്യം. അതെന്താ അവിടെ പറയുന്നത്? അവനിത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. ഇതിൻ്റെ അവസാന ഭാഗം, ഈ വാക്യത്തിൻ്റെ അവസാന ഭാഗം നമ്മളൊന്നുകൂടൊന്ന് ശ്രദ്ധിക്കണേ. അവിടെ എന്താ പറയുന്നത്? യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ല.
യേശു ഗ്ലോറിഫൈ ചെയ്യപ്പെട്ടിട്ടില്ല. യേശു ഇത് പറയുമ്പോൾ തേജസ്കരിക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് എന്ത് വന്നില്ല? ആത്മാവ് വന്നില്ല. നമ്മളിതൊക്കെ വായിക്കുമ്പം ശരിയാ, യേശു അന്നേരം തേജസ്കരിക്കപ്പെട്ടിട്ടില്ലല്ലോ. പിന്നീടാണല്ലോ കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പോയത്. അതുകൊണ്ടാണല്ലോ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലാണല്ലോ പരിശുദ്ധാത്മാവ് വരുന്നത് എന്നൊക്കെയുള്ള അതിൻ്റെ ചരിത്രപരമായ ആ ഒരു തുടർച്ചയിലേക്കല്ല സത്യത്തിൽ ഈ വാക്യം വിരൽ ചൂണ്ടുന്നത്. തീർച്ചയായിട്ടും ആ ചരിത്രമുണ്ട്, എന്നാലും അതിനപ്പുറത്ത് ഇതൊരു പ്രമാണമാണ്. എന്താ പ്രമാണം? യേശു തേജസ്കരിക്കപ്പെട്ടാലേ ആത്മാവ് വരികയുള്ളൂ. നിങ്ങൾ പറയും, ബ്രദർ വല്ല പുതിയ ഉപദേശം വല്ലതും ആണോ പറയുന്നത്? അപ്പോൾ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിൽ വന്നല്ലോ. ശരിയാണ്, അത് ചരിത്രപരമായിട്ട് അത് ശരിയാണ്. സഹോദര സഹോദരി, എൻ്റെയും നിൻ്റെയും ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മളിപ്പോൾ ചിന്തിച്ചതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശക്തിയോടെ കർത്താവിനായിട്ട് നിൽക്കുന്നത് സംബന്ധിച്ച്, ഈ കേട്ട വിശുദ്ധിയുടെ ഒരു സാക്ഷിയായിട്ട് നിൽക്കുന്നത് സംബന്ധിച്ചൊക്കെയും പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഭൂമികയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിലേക്ക് ആ നിലയിൽ ശക്തിയോടെ പരിശുദ്ധാത്മാവ് വരണമെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രമാണമുണ്ട്. ആ പ്രമാണം എന്താ? യേശു ഒന്നാമത് തേജസ്കരിക്കപ്പെടണം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഗ്ലോറിഫൈ ചെയ്യപ്പെടണം. നമുക്ക് ഈ പരിശുദ്ധാത്മാവിനെ എങ്ങനെ ലഭിക്കും? ഇതാണല്ലോ നമ്മളെ ചിന്തിക്കുന്നത്. നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് ജീവിതത്തെ പൂർണ്ണമായിട്ട് കർത്താവിന് ഏൽപ്പിച്ചു കൊടുത്ത് അതിൻ്റെ മുക്കും മൂലയും ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗങ്ങളും കർത്താവിനായിട്ട് കൊടുത്ത് കർത്താവിനെ ഗ്ലോറിഫൈ ചെയ്യാൻ, കർത്താവിനെ തേജസ്കരിക്കാൻ നമുക്ക് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ, അതിന് നമുക്ക് മനസ്സില്ലെങ്കിൽ, ഒരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിക്കുന്നത് മറന്നു കളയുക. അത് പ്രായോഗികമാകുകയില്ല. A.W. ടോസർ എന്ന് പറയുന്ന ദേവദാസൻ പറയുന്നത്, താൻ ഈ വാക്യത്തെ ഇതിനെ ഒരു ചരിത്രം പോലെയല്ല കാണുന്നത്, മറിച്ച് ഇതൊരു പ്രമാണമാണ്. ഇന്ന്, നാളെ, അല്ലെങ്കിൽ കഴിഞ്ഞ 2000 വർഷങ്ങളായിട്ട് ആരൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തി പ്രാപിച്ച്, യഥാർത്ഥത്തിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തി പ്രാപിച്ച് ഈ കാര്യങ്ങൾക്കായിട്ട് ധൈര്യത്തോടെ ശക്തിയോടെ നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, അവരൊക്കെ എന്താ ചെയ്തിട്ടുള്ളത്? അവരതിനു മുമ്പ് തങ്ങളുടെ ജീവിതത്തെ കർത്താവിന് തേജസ്കരിക്കപ്പെടാൻ വേണ്ടി അത് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്കിന്ന് കടന്നു പോകുന്നതിന് മുമ്പ് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, ഞാൻ ഇത് ഗൗരവമായിട്ട് എടുക്കുന്നുണ്ടോ? വചനങ്ങളൊക്കെ കേൾക്കുന്നു, നമ്മൾ നോട്ട് കുറിക്കുന്നു, ആ നോട്ട് കുറിച്ച പേപ്പർ കൊണ്ടുവന്ന് വീട്ടിൽ മറന്നിടുന്നു, അടുത്ത കോൺഫറൻസ് ആകുമ്പോൾ വീണ്ടും മറ്റൊരു പേപ്പറുമായിട്ട് വരുന്നു. ഈ നിലയിലല്ല ഈ കാര്യത്തെ നമ്മൾ ഗൗരവമായിട്ട് എടുക്കണം. ഗൗരവമായിട്ട് എടുക്കുന്ന ആളുകളായിരിക്കണം നമ്മൾ. അങ്ങനെയാണെങ്കിൽ ഈ കാര്യത്തെ ഗൗരവമായിട്ട് എടുക്കണമെങ്കിൽ, ഞാൻ 2.5 ദിവസമായിട്ട് യഥാർത്ഥമായ ഒരു വിശുദ്ധി ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ ഒക്കെ പ്രതിഫലിപ്പിക്കേണ്ടതിനെക്കുറിച്ച് കേട്ടു. കർത്താവേ, എനിക്കെങ്ങനെ കഴിയും? നിനക്ക് കഴിയും സഹോദരി, നിനക്ക് കഴിയും. നിനക്കതിനായിട്ടൊരാഗ്രഹം ഉണ്ടെങ്കിൽ ഒന്നാമത് നിൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് കർത്താവിനായിട്ട് വിട്ടുകൊടുക്കുകയും കർത്താവ് നിൻ്റെ ജീവിതത്തിൽ തേജസ്കരിക്കപ്പെടുകയും ചെയ്യട്ടെ. അല്ലാതെ അതൊരു ചരിത്ര സംഭവമായിട്ട് പെന്തക്കോസ്ത് നാൾ പിന്നീടായിരുന്നല്ലോ, അതിലേക്കുള്ള ഒരു ചൂണ്ടുപലക മാത്രമായിട്ട് ഇതിനെ കാണാതെ അങ്ങനെ അതിനെ ഒരു പ്രമാണമായിട്ട് നമ്മൾ എടുക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ചെറുപ്പക്കാരുൾപ്പെടെ എല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് പ്രാപിച്ചവരായിട്ടും അതിൻ്റെ ഒരു ശക്തിയുള്ളവരായിട്ടും നമ്മളായിരിക്കണം. നമ്മൾ ഇത് സംബന്ധിച്ചുള്ള നമ്മൾ വേദശാസ്ത്രപരമായ കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും, ഒരുവൻ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കുന്ന സമയത്ത് അവനെന്തുണ്ട്? അവന് തീർച്ചയായിട്ടും അവൻ്റെ ഉള്ളിലേക്ക്, അവൻ്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നുണ്ട്. 1 കൊരിന്ത്യർ അതിൻ്റെ 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് അതിൻ്റെ 3-ാമത്തെ വാക്യം, പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവ് എന്ന് പറവാൻ ആർക്കും കഴിയുകയില്ല. യേശു കർത്താവ്, ലോർഡ്. യേശുവിനെ കർത്താവ് എന്ന് നമ്മൾ സ്വീകരിക്കുന്നത് എവിടെ വെച്ചാണ്? സ്വീകരിക്കുന്നത് നമ്മൾ രക്ഷിക്കപ്പെടുമ്പോഴാണ്. യേശു എൻ്റെ കർത്താവാണ്, എൻ്റെ ലോർഡാണ്, എൻ്റെ നാഥനാണ് എന്ന് സ്വീകരിക്കുന്നത്
പരിശുദ്ധാത്മാവിലാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് പ്രവർത്തിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. എന്നാൽ അത് ഒരു കപ്പിനകത്ത് ഒരു വെള്ളം ഇരിക്കുന്നത് പോലെ മാത്രമുള്ള ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ രണ്ടാമത് ഒരു അനുഭവം നമുക്ക് ദൈവവചനം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതെന്താണ്? അത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും ശക്തിയിലും മുന്നോട്ട് പോകുന്ന ഒരു കാര്യമാണ്. അതിനെയാണ് ബൈബിള് പരിശുദ്ധാത്മ സ്നാനം എന്ന് വിളിക്കുന്നത്. ബ്രദർ ഈ കാര്യത്തെക്കുറിച്ച് വളരെ ഗൗരവമായിട്ടാണ് പറഞ്ഞല്ലോ. നമ്മൾ ഓർക്കല്ലേ, ഇത് നമുക്കുള്ള ഒരു കാര്യമല്ല എന്ന് ഓർക്കരുത്. മറിച്ച് ദൈവവചനത്തിലുള്ള ഈ കാര്യമെല്ലാം നമുക്കുള്ളതാണ്. പരിശുദ്ധാത്മ സ്നാനം, ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത്, നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം ഉണ്ടായി. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ രണ്ടാമതൊരു സ്പർശം, ഒരു സെക്കൻഡ് എക്സ്പീരിയൻസ് ആദ്യം ഉണ്ടാകുന്ന രംഗത്തെയാണ് പരിശുദ്ധാത്മ സ്നാനം, ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് എന്ന് നമുക്ക് പറയാവുന്നത്. അങ്ങനെ അനുഭവം ഉണ്ടായ ആളിനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് വേണം? പിന്നെയും പിന്നെയും ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് തിരിക്കണം. അങ്ങനെ നിറഞ്ഞ് ശക്തിയുള്ളവരായിട്ട് ജീവിപ്പാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ അങ്ങനെ ഒരു ആദ്യ നിറവ് ഇല്ലാത്ത എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? അതിനെക്കുറിച്ചൊരു ബോധ്യമില്ലാത്തവർ, ഇത് മറ്റാർക്കോ വേണ്ടിയാണ്, ഞങ്ങൾക്കുള്ളതല്ല എന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ച് മാറ്റിവെച്ച ആരെങ്കിലും ഉണ്ടോ? ഇന്ന് നമ്മളിവിടം വിട്ടു പോകുന്നതിന് മുമ്പ് നമുക്കിതിനായിട്ടൊരാഗ്രഹം ഉണ്ടാകട്ടെ. എന്തിനു വേണ്ടി നമുക്കിതിനൊരാഗ്രഹം ഉണ്ടാകണം? നമുക്ക് ഈ യഥാർത്ഥ വിശുദ്ധിയുടെ ഒരു ജീവിതം ജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ശക്തിയില്ലാതെ കഴിയുകയില്ല. അതുകൊണ്ട് നമുക്കിതുണ്ടാകണം. ആട്ടെ, നമ്മൾ ഇതിനു വേണ്ടി വളരെ ചില പടികൾ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. ചില കാര്യങ്ങൾ അവരെ ക്രമീകരിക്കുമ്പം മാത്രമാണ് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ശക്തിയായിട്ട് വന്നത്. അപ്പോസ്തലപ്രവൃത്തി അതിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ 38 വാക്യത്തിൽ പരിശുദ്ധാത്മ സ്നാനം ലഭിക്കുന്നതിനെക്കുറിച്ച് പത്രോസ് പെന്തക്കോസ് നാളിൽ അവരോട് പറയുന്നു, നിങ്ങൾ എന്ത് വേണം? നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അപ്പോൾ നമ്മൾക്ക് ഒരു മാനസാന്തരം എന്ന് പറയുമ്പം കേവലം രക്ഷിക്കപ്പെട്ട സമയത്തെ ഒരു മാനസാന്തരമോ നമ്മുടെ ഒരു വിശ്വാസ സ്നാനമോ മാത്രമല്ല. നമുക്ക് ഈ കാര്യത്തിനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുതാപത്തോടെ, ഒരു റിപ്പൻറ്റൻസോടെ, ഒരു മാനസാന്തരത്തോടെ നമ്മൾ വന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും എന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഒന്നാമത്തെ ഒരു പടിയെന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അങ്ങനെ ഒരു നിറവുണ്ടാകണമെങ്കിൽ അത് നേരത്തെ ബ്രദർ പറഞ്ഞു, ഈ പരിശുദ്ധാത്മാവ് എന്ന് മലയാളത്തിൽ പറയുമ്പോൾ ഇംഗ്ലീഷിൽ അത് കുറച്ചുകൂടെ വ്യക്തമായിട്ടാണ് ഹോളി സ്പിരിറ്റാണ്. ഹോളി എന്ന് വെച്ചാൽ വിശുദ്ധം, പരിശുദ്ധമായ ആത്മാവാണ്. ഈ ഹോളി സ്പിരിറ്റ് എവിടെ വരികയില്ല, അത് അനുതപിക്കാത്ത അല്ലെങ്കിൽ അഴുക്ക് നിറഞ്ഞ ഒരിടത്തേക്ക് വരികയില്ല, ക്ഷമിക്കാത്ത ഒരു മനോഭാവം ഉള്ളിടത്തേക്ക് വരികയില്ല. അതുകൊണ്ടാണ് പഴയ ഉടമ്പടിയുടെ കാലഘട്ടത്തിൽ അവരുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് വരാതിരുന്നത്. അവരുടെ മേൽ വന്നു, ശിംശോൻ്റെ മേൽ വന്നു, അവൻ ദൈവത്തിന് വേണ്ടി ചില പ്രവൃത്തികൾ ചെയ്തു. ഗിദെയോൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. എന്നാൽ പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു ഇൻഫില്ലിംഗ് ആണ്, നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ വരണമെങ്കിൽ ഇത് പരിശുദ്ധാത്മാവാണ്. ബ്രദർ പറഞ്ഞു, നമ്മളെന്തല്ല ഒരു നോയ്സി സ്പിരിറ്റിനെയല്ല അന്വേഷിക്കുന്നത്, നമ്മളൊരു ഹോളി സ്പിരിറ്റിനെയാണ് അന്വേഷിക്കുന്നത്. ഹോളി സ്പിരിറ്റിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറമാണ് നമ്മൾ അന്വേഷിക്കുന്നതെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെക്കുറിച്ചും നമ്മുടെ ക്ഷമിക്കാത്ത മനോഭാവത്തെക്കുറിച്ചും ഒരു മാനസാന്തരം, ഒരു അനുതാപം നമുക്ക് ഒന്നാമതുണ്ടാകണം. മർക്കോസിൻ്റെ സുവിശേഷം 11 അധ്യായത്തിൻ്റെ 25 വചനത്തിൽ വരുമ്പം അവിടെ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളോട് പിഴ കാണിച്ചവരോട് നമ്മൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുകയില്ല എന്ന് കർത്താവ് പറയുന്നുണ്ട്. നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കാഞ്ഞാൽ. അപ്പോൾ ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ അതൊരു പക്ഷേ ഒരാൾക്ക് ക്ഷമ കൊടുക്കാത്ത ഒരു കാര്യമായിരിക്കാം.
അല്ലെങ്കിൽ ഏതെങ്കിലും മുറുകെ പറ്റുന്ന ഒരു പാപമായിരിക്കാം. എന്താണെങ്കിലും അതിനെക്കുറിച്ചൊരു അനുതാപത്തോടെ വേണം നമ്മൾ പരിശുദ്ധാത്മാവിനായിട്ട് അന്വേഷിക്കാൻ. രണ്ടാമത്, പരിശുദ്ധാത്മാവ് ആർക്കാണ് ലഭിക്കുന്നത്? അതിനെക്കുറിച്ച് അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. 5-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വചനത്തിൽ, 32-ാമത്തെ വചനം നോക്കുക. അവിടെ ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവ്. ആദ്യം നമ്മൾ പറഞ്ഞു, ഒരു അനുതാപം വേണം, അനുസരണം വേണം. നമ്മൾ എവിടെയെങ്കിലും അനുസരിക്കാത്ത ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ? ഞാൻ ഈ കേരളക്കരയിൽ 1920-കളിൽ പെന്തക്കോസ്ത് സത്യങ്ങൾക്ക് വേണ്ടി ആളുകൾ മുന്നിട്ടിറങ്ങിയപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു സഹോദരനുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. താൻ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവിന് വേണ്ടി താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം തനിക്ക് പഴയൊരു സംഭവം ഓർമ്മ വന്നു. അദ്ദേഹം പറയുന്നത്, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു കന്നുകിടാവിൻ്റെ ചിത്രം തെളിഞ്ഞു വന്നു. എന്ന് വെച്ചാൽ എന്താ, അന്നത്തെ കാലഘട്ടത്തിൽ കർഷകരാണ്. അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വയലിൽ ചെന്നപ്പോൾ അയൽവക്കക്കാരൻ്റെ ഒരു കൊച്ചു കിടാവ് ഇറങ്ങി അദ്ദേഹത്തിൻ്റെ നെൽച്ചെടികളൊക്കെ തിന്നുക ചെയ്യുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? അന്നേരത്തെ ദേഷ്യത്തിന് കൈ കിട്ടിയ ഒരു വടിയെടുത്ത് അതിൻ്റെ തലയിലടിച്ചു. അത് പടഞ്ഞു വീണ് ചത്തു. ചുറ്റുപാട് നോക്കിയപ്പോൾ ആരും കാണുന്നില്ല. പണ്ട് മോശ ചെയ്ത പോലെ ഇദ്ദേഹം എന്ത് ചെയ്തു? ഈ കന്നുകിടാവിനെ ഉടനെ തന്നെ അവിടെ മറവ് ചെയ്തു. അവിടെ മറവ് ചെയ്തു. വർഷങ്ങൾ കടന്നുപോയി. താൻ രക്ഷിക്കപ്പെട്ടു, താനെ മുന്നോട്ട് വന്നു. താനെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവിന് വേണ്ടി അന്വേഷിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഈ പഴയ കന്നുകിടാവ് തൻ്റെ സ്വപ്നത്തിൽ തനിക്ക് തൻ്റെ ഓർമ്മയിലേക്ക് തെളിഞ്ഞു വന്നു. താൻ പല ദിവസങ്ങളായിട്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. പക്ഷേ തനിക്ക് അങ്ങനെ ഒരു അനുഭവം ആ നിലയിൽ ഇല്ലാതിരുന്നപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം കൊടുത്തപ്പോൾ അദ്ദേഹം ഇറങ്ങി അതിൻ്റെ വില അയൽപക്കക്കാരനോട് ചെന്ന് പറഞ്ഞു. അയൽപക്കക്കാരൻ അന്ന് മുതൽ അത്ഭുതപ്പെടുക, എനിക്കൊരു കിടാവ് ഉണ്ടായിരുന്നു, അതെവിടെ പോയി? ഇത്രയും വർഷങ്ങളായിട്ട് പിടികിട്ടാത്ത ഒരു കാര്യം ഇതാ വർഷങ്ങൾക്ക് ശേഷം ഒരാൾ വന്ന് പറയുന്നു, എന്നിട്ട് അതിൻ്റെ വിലയും കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ദൈവം അദ്ദേഹത്തെ അത്ഭുതമായിട്ട് പരിശുദ്ധാത്മശക്തിയാൽ നിറച്ചു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്, ഞാൻ വായിച്ചിട്ടുള്ളത്. അപ്പോൾ അനുസരിക്കുന്നവർക്ക്, സഹോദര സഹോദരിയുടെയും നിൻ്റെയും ജീവിതത്തിൽ നമ്മൾ ഈ കാര്യത്തെ ഗൗരവമായിട്ട് എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യം പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നുണ്ടോ? നമ്മൾ കൊടുത്തു വീട്ടേണ്ടത്, നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ക്ഷമ പറയേണ്ടത്, അതെന്തിനാണ് ചെയ്യുന്നത്? കാര്യം ഇതൊരു ഹോളി സ്പിരിറ്റാണ്, പരിശുദ്ധ ആത്മാവാണ്. അനുസരിക്കുന്നവർക്കാണ് ദൈവം ആത്മാവിനെ നൽകുന്നത്. അതാ അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യത്തിൽ നമ്മളതാണ് വായിച്ചത്. അതുപോലെ തന്നെ നമ്മൾ മുമ്പേ വായിച്ച യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ വേറൊരു കാര്യം കാണുന്നുണ്ടല്ലോ. അവിടെ എന്താ പറയുന്നത്? 37-ാമത്തെ വാക്യം, മൂന്നാമതൊരു കാര്യം നമ്മൾ കാണുന്നു. അവിടെ ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ആർക്കാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിക്കുന്നത്? ഇതിനു വേണ്ടി ഒരു ദാഹമുള്ളവർക്കാണ്, ഒരു തേസ്റ്റ് ഉള്ളവർക്കാണ്. ദാഹമുള്ളവർക്ക്. നമുക്ക് ഈ നിലയിൽ ഒരു ദാഹമുണ്ടോ? ദാഹമെന്ന് പറയുമ്പം ദാഹത്തിന് മുമ്പാകെ മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ മാറ്റിവെക്കും. പ്രിയപ്പെട്ടവരെ, യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നമ്മളൊരു വാക്യം കാണുന്നുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം അതിൻ്റെ 55-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 1-ാമത്തെ വാക്യം നോക്കുക. അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ, വെള്ളത്തിന് വരുവീൻ, വന്ന് വാങ്ങി തിന്നുവീൻ. കണ്ടോ, പഴയ ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം വെള്ളത്തിനായിട്ട് ദാഹം തീർക്കാനായിട്ടുള്ള ക്ഷണങ്ങളുണ്ട്. 44-ാം അധ്യായം യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ പല ഭാഗങ്ങളിൽ ഇങ്ങനെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. 3-ാമത്തെ വാക്യം 44-3, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. അപ്പോൾ എവിടെയാ വെള്ളം തരുന്നത്? ഈ ജീവജലത്തിൻ്റെ നദി എവിടെയാണ് ഒഴുകുന്നത്? ദാഹമുള്ളിടത്താണ്, വരണ്ട ഇടത്താണ്. വരണ്ട ചില സ്ഥലങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാമല്ലോ, ഒരു തുള്ളി വെള്ളത്തിന് കിട്ടാൻ വേണ്ടി ഈ ഭൂമി ദാഹിക്കുന്നത് പോലെ വിണ്ട് കീറി നിൽക്കുക. ഇവിടെ പറയുന്നു,
യെശൂരൂനെ നീ ഭയപ്പെടേണ്ട, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. യെശയ്യാവിൻ്റെ പുസ്തകത്തിലെ ഈ വാക്യങ്ങളൊക്കെ ഓർത്താവണം. കർത്താവ് അവസാനം അവിടെ നിന്നപ്പം അവരോട് പറഞ്ഞു, പെരുന്നാളിന് വന്ന ആളുകളോട് പറഞ്ഞു, നിങ്ങൾ എന്ത് വേണം? ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ. നമുക്കപ്പം നമ്മൾ പറഞ്ഞത്, ഒന്ന്, നമുക്കൊരു അനുതാപം വേണം. രണ്ട്, നമ്മൾ അനുസരണം വേണം. നമുക്കൊരു ദാഹം വേണം. ദാഹമെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ജലാംശം കുറയുന്നതാണ്. നമ്മുടെ ശരീരത്തിലെ ഓരോ അണുവും ജലത്തിന് വേണ്ടി ദാഹിച്ചു കൊണ്ടിരിക്കുക. എന്നെ തൃപ്തനാക്കുക, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ വെള്ളത്തിനായി ദാഹിക്കുന്ന ഒരുവനെ പോലെ നമ്മൾ ഈ കാര്യത്തിനായിട്ട് ആഗ്രഹിക്കുകയും വാഞ്ചിക്കുകയും ചെയ്യണം. പ്രിയപ്പെട്ടവരെ, അതേസമയം ഇത് കേട്ട് വളരെ കാഷ്വലായിട്ട് എടുത്ത് പോകുന്നതല്ല. ഇതിനായിട്ടൊരു ദാഹം ദൈവം തന്നെ നമുക്ക് തരട്ടെ. അടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും, ഇതൊരു പ്രതിഷ്ഠയുടെ അനുഭവമാണ്, ഒരു സമർപ്പണത്തിൻ്റെ അനുഭവം. വളരെ വേഗത്തിൽ നമ്മൾ പല വാക്യങ്ങൾ നോക്കുകയാണ്. നമ്മൾ 2 ദിനവൃത്താന്തം അതിൻ്റെ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പം അവിടെ ഇതാ ശലോമോൻ ദേവാലയം പ്രതിഷ്ഠിക്കുന്നു. ദേവാലയം പ്രതിഷ്ഠിക്കുമ്പം ആ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ച് ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവിടേക്ക് ആകാശത്ത് നിന്ന് തീ ഇറങ്ങി. 7-ാം അധ്യായം 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അവിടെ തീ ഇറങ്ങി ഹോമയാഗവും ഹന്യയാഗവും ദഹിപ്പിച്ചു. യഹോവയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു. യഹോവയുടെ തേജസ് ആലയത്തിൽ നിറഞ്ഞിരിക്കൊണ്ട് പുരോഹിതന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല. ദേവാലയത്തിൽ ആത്മാവ് അവിടെ നിറഞ്ഞു നിൽക്കുന്ന ആ കാര്യമെന്ന് പറയുമ്പോൾ അത് ഭാവിയിലേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ആലയപ്രതിഷ്ഠയാണ്. നമ്മുടെ ജീവിതത്തിൽ അനുതാപമുണ്ട്, അനുസരണമുണ്ട്, അതിനായിട്ടൊരു ദാഹമുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും മുന്നോട്ടൊരു പൂർണ്ണമായ ഒരു സമർപ്പണം, അത് യാഗത്തെ അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ തീ ഇറങ്ങത്തക്കവണ്ണം കണ്ടോ. ശലോമോൻ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ദൈവത്തിൻ്റെ തീ അതിൻ്റെ മേലിറങ്ങി. തീ എപ്പോഴും പരിശുദ്ധാത്മാവിനെയാണല്ലോ കാണിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പൂർണ്ണ പ്രതിഷ്ഠയുള്ളിടത്താണ് തീ ഇറങ്ങുക. അടുത്തതായിട്ട് നമുക്ക് പറയാം, വിശ്വാസമുള്ളിടത്തേ ദൈവം ഈ കാര്യം നൽകുകയുള്ളൂ. അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്ന് തന്നെ നമുക്കൊരു വാക്യം നോക്കാം. അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 11-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. പത്രോസ് അവിടെ കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ പോയി ജാതികളുടെ ഇടയിൽ ഈ കാര്യങ്ങൾ പ്രസംഗിച്ചപ്പം പെന്തക്കോസ് നാളിൽ എന്ന പോലെ ആ ജാതികളുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. ആ കാര്യം യെരുശലേമിലുള്ളവർ കേട്ടപ്പം എന്തു ചെയ്തു? പൗലോസിനോട് ആ കാര്യം ചോദ്യം ചെയ്തപ്പം പത്രോസ് വിശദീകരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ 17-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. പത്രോസ് കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ ചെന്നു, പ്രസംഗിച്ചു. വിശ്വസിച്ചവരായ ആളുകളുടെ മേൽ ദൈവം പരിശുദ്ധാത്മാവിനെ പകർന്നു. 11-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. ആകയാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരായ നമുക്ക് തന്നതുപോലെ അതേ ദാനത്തെ അവർക്കും ദൈവം കൊടുത്തിരിക്കുന്നു. വിശ്വാസം, ദാഹം, യാചന. അടുത്തൊരു കാര്യം നമ്മൾ കാണുന്നത്, യാചിക്കുന്നവർക്കാണ് ദൈവം നൽകുന്നത്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് തന്നെ ഒരു വാക്യം നോക്കുക. കർത്താവായ യേശുക്രിസ്തു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമെന്നും നിങ്ങൾ ശക്തി ലഭിക്കുമെന്നും ഒക്കെ പറഞ്ഞിട്ട് അത് കേട്ടിട്ട് അവർ പോയപ്പം അവരെന്തോ ചെയ്തു? അവർ ചെന്ന് അതിൻ്റെ 14-ാമത്തെ വാക്യം, ഇവരെല്ലാവരും യേശുവിൻ്റെ അമ്മയായ മറിയോടും അവൻ്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു എന്ന് നമ്മളിവിടെ മലയാളത്തിൽ വായിക്കുന്നത് സ്റ്റെഡ്ഫാസ്റ്റ്ലി ദേ വെയിറ്റഡ് ഫോർ ഹോളി സ്പിരിറ്റ്. അവർ പ്രാർത്ഥനയിലായിരുന്നു എന്നാണ് കാണുന്നത്. അതിനായിട്ട് മല്ല് പിടിച്ചു. ഒരു വേർഷനിൽ ഗ്രീക്ക് പദത്തിൽ മല്ല് പിടിച്ചു. അതിന് തക്ക പ്രയോഗമാണ് അവിടെ ഉള്ളത് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ മല്ല് പിടിച്ചു എന്ന് പറയുമ്പം നമ്മൾ പെട്ടെന്ന് ഓർക്കുന്നത് യാബോക്ക് കടവിൽ മല്ല് പിടിച്ചതുപോലെയാണ്. നമുക്കങ്ങനെ ആ നിലയിൽ
നമ്മൾ യാക്കോബിനെ പോലെ യാബോക്ക് കടവിൽ ദൂതനോട് മല്ല് പിടിച്ചതുപോലെ ഈ കാര്യത്തിന് വേണ്ടി നമുക്കൊരു യാചനയും മല്ലുപിടുത്തവും ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, ഒടുവിലായിട്ട് നമ്മൾ വരുമ്പം ഒരു അവകാശബോധത്തോടെ വേണം നമ്മൾ ഈ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. അതിന് ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിലെത്തുമ്പം അവിടെ ഒരു സ്നേഹിതൻ്റെ അടുത്ത് ചെന്ന് അപ്പം ചോദിക്കുന്നവൻ, ആ ഒരു ഉപമ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും എന്ന് പറയുന്ന ആ ഭാഗം, ലൂക്കോസ് 11-ാമത്തെ വാക്യം. അതിന് മുകളിൽ ഈ കാര്യം പറയുന്നതിന് മുമ്പ് കർത്താവ് ഒരു ഉപമയാണ് പറയുന്നത്. ആ ഉപമ എന്താ? ആ ഉപമ ഒരാൾ സ്നേഹിതൻ്റെ വീട്ടിൽ ചെന്നു. അന്നത്തെ കാലഘട്ടത്തിൽ, അന്നത്തെ മിഡിൽ ഈസ്റ്റിലെ രീതി അനുസരിച്ച് ഒരാൾ വീടിൻ്റെ കതക് അടച്ചാൽ പിന്നെ കതകയിൽ മുട്ടാൻ പാടില്ല. അന്നത്തെ അവിടുത്തെ രീതി അനുസരിച്ച് വീടുകൾക്ക് 2 നിലകളാണ് ഉള്ളത്. അടുക്കളയിൽ ചൂടുള്ള ആ കനലുണ്ടാവും. അവിടെ ആ കനലിൻ്റെ ചൂട് കിട്ടത്തക്കവണ്ണം കുട്ടികളും അപ്പനും അമ്മയും ഒന്നിച്ച് താഴത്തെ നിലയിലാണ് ഉറങ്ങുന്നത്. നോക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലത്താണ് ഈ സ്നേഹിതൻ്റെ വീടാണെന്നുള്ള അടുപ്പത്തോടെ ചെന്ന് മുട്ടുന്നത്. അപ്പോൾ വീട്ടുകാരൻ പറഞ്ഞു, പൈതങ്ങൾ എന്നോട് കൂടെ കിടക്കുന്നു, നീ ഇപ്പം വന്ന് മുട്ടിയിരിക്കുന്ന തൊട്ട് ശരിയായ രീതിയല്ല. പകൽ മുഴുവൻ മധ്യപൗരസ്ത്യ ദേശത്തെ വീടുകളിലെ കഥകളെല്ലാം തുറന്നു കിടക്കും, ആർക്കും വരാം. പക്ഷേ സന്ധ്യയായി കഴിഞ്ഞാൽ, രാത്രിയായി കഴിഞ്ഞാൽ അപ്പനും അമ്മയും മക്കളും വിശ്രമിക്കാൻ തുടങ്ങിയാൽ കതക് അടച്ചാൽ പിന്നെ മറ്റാരും വന്ന് കതകിൽ മുട്ടരുതെന്നാണ് അവിടുത്തെ ഒരു സാധാരണ രീതി. മുട്ടിക്കതക് തുറന്നാൽ ഈ വീട്ടിലെ ആ ഊഷ്മളത, ആ ചൂട് നഷ്ടപ്പെടും, അവരുടെ ഉറക്കത്തിൻ്റെ സുഖം പോകും. അതുകൊണ്ട് അത്ര അവകാശബോധമില്ലാത്ത ഒരാളും ചെന്ന് ഒരു വീടിൻ്റെ കതകിൽ മുട്ടുകയില്ല. ഇവിടെ ഈ മനുഷ്യന് ചെന്ന് മുട്ടാൻ കാര്യം എന്താ? അവൻ്റെ സ്വന്തം സ്നേഹിതനാണെന്നുള്ള ഉറപ്പ് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധാത്മാവിനായിട്ട് ദൈവസന്നിധിയിൽ ചെന്ന് ആവശ്യപ്പെടുമ്പം നമ്മൾ അനാഥരെ പോലല്ല. നമ്മുടെ സ്നേഹിതനാണ്, നമ്മുടെ കർത്താവാണ്, നമ്മുടെ പിതാവാണ്. അതിൻ്റെ താഴെ തന്നെ കർത്താവ് പറയുന്നു, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവാണ്. നമ്മൾ നമ്മുടെ പിതാവിനോടാണ് ചോദിക്കുന്നത്. ആ ഒരു അവകാശബോധത്തോടെയും നമ്മൾ ചോദിക്കണം. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. നമ്മളൊരു അവകാശബോധത്തോടെ ചോദിക്കുക. നമുക്കൊരു യാചനയുണ്ടായിരിക്കണം, വിട്ടുകളയാതെ മല്ല് പിടിക്കുന്ന ഒരു മനോഭാവം. നമുക്കൊരു വിശ്വാസമുണ്ടാകണം. നമുക്കൊരു ഭാവിയിലേക്കുള്ള ഒരു പ്രതിഷ്ഠയുണ്ടാകണം. എന്തിനു വേണ്ടിയാ? ഇപ്പോഴൊരു എക്സ്പീരിയൻസിന് വേണ്ടിയല്ല കർത്താവെ ഞാൻ ചോദിക്കുന്നത്. എൻ്റെ ഭാവിയിൽ നീ ആഗ്രഹിക്കുന്നത് പോലെ ഒരു വിശുദ്ധ ജീവിതം, അതിനു വേണ്ടി ഭാവിയിലേക്ക് നീണ്ടു ചെല്ലുന്ന ഒരു പ്രതിഷ്ഠയാണിത്. ദാഹത്തോടെ, നമ്മൾ അനുതാപത്തോടെ, അനുസരണത്തോടെ ചെന്ന് ദൈവത്തോട് ചോദിച്ചാൽ ദൈവം അത് നിഷേധിക്കുകയില്ല. ചെറുപ്പക്കാരെ, കുഞ്ഞുങ്ങളെ, സഹോദരന്മാരെ, ഇത് മറ്റു ചിലർക്കുള്ളതാണ് എന്ന് നമ്മൾ കരുതല്ലേ. നമ്മുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ പരിശുദ്ധാത്മാ നിറവിൻ്റെ അങ്ങനെയുള്ള ഒരു ബോധ്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പം എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നു, എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടായ ഒരു സന്ദർഭം എൻ്റെ ജീവിതത്തിലില്ല. അങ്ങനെയാണെങ്കിൽ ഈ സന്ദേശം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. എന്താ വേണ്ടത്? കർത്താവേ, എന്നെ കടന്നു പോകല്ലേ, ഞാൻ ഈ വിശുദ്ധിയുടെ സന്ദേശമൊക്കെ കേട്ടു, ഇത് പ്രായോഗിക ഇതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇല്ലാതെ പറ്റുകയില്ല. എനിക്ക് ഒരു സാക്ഷിയായി നിൽക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇല്ലാതെ പറ്റുകയില്ല. അതിനായിട്ട് ഞാൻ ആഗ്രഹിക്കുമ്പം ചില പടികളുണ്ട്. ഒരു അനുതാപത്തോടെ, ഒരു നിലവിളിയോടെ, കാര്യങ്ങൾ ക്രമീകരിച്ച്, അനുസരിച്ച്, ദാഹത്തോടെ, വിശ്വാസത്തോടെ, ഒരു പ്രതിഷ്ഠയോടെ, ആ നിലയിൽ മല്ല് പിടിക്കുന്ന ഒരു മനോഭാവത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചു. ഒരു കോൺഫറൻസിൽ വന്ന് ഇത് കേട്ടു, പ്രാർത്ഥിച്ചു, പിന്നെ അത് വിട്ടുകളഞ്ഞു. അങ്ങനെയല്ല. ഇന്നു മുതൽ തന്നെ കർത്താവെ, നീ എന്നെ കടന്നു പോകാനായിട്ട് കഴിയില്ല, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന യാബോക്ക് കടവിലെ യാക്കോബിൻ്റെ പ്രാർത്ഥന പോലെ അവൻ മല്ല് പിടിച്ചു. പ്രാർത്ഥനയിൽ അവർ മല്ല് പിടിച്ചു. ആരൊക്കെയാ നമ്മൾ വായിച്ചത്? ശിഷ്യന്മാരും യേശുവിൻ്റെ അമ്മ മറിയയും ഉൾപ്പെടെയുള്ളവരെല്ലാം. സഹോദരിമാർക്കും അപ്പോൾ ഇതൊരു ആവശ്യമാണ്. അങ്ങനെ ഒരു മല്ലുപിടുത്തത്തോടെ നമ്മുടെ
സ്വർഗസ്ഥനായ പിതാവ് അവകാശബോധത്തോടെ നമ്മൾ ചോദിച്ചാൽ കർത്താവ് നമ്മളെ കടന്നു പോകുകയില്ല. വാച്ച്മാൻ നീ എന്ന് പറയുന്ന ദേവദാസൻ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള ഒരു കാര്യം സാഗ്ബേറെ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതായത് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിലെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഒരു മീറ്റിങ്ങിൽ ഒരാൾ പ്രസംഗിച്ചു. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ എന്താ? സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സല്ലേ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. നമ്മുടെ ശരീരങ്ങളെ എന്ത് വേണം? ശരീരങ്ങളെ ദൈവത്തിനായിട്ട് സമർപ്പിക്കണം. ശരീരമെന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെയാണെന്ന് ബ്രദർ പറഞ്ഞു. നമ്മുടെ വയറ്, അല്ലെങ്കിൽ നമ്മുടെ ആപ്പിറ്റൈറ്റ്, നമ്മുടെ നാവിൻ്റെ രുചി, നമ്മുടെ നാവ് വർത്തമാനം പറയാൻ ആ കാര്യത്തിലുള്ള ഒരു നിയന്ത്രണം, നമ്മുടെ കണ്ണ്, നമ്മുടെ നാവ്, ഇതിനെയെല്ലാം നമ്മുടെ ശരീരാംഗങ്ങളെ എല്ലാം ദൈവത്തിനായിട്ട് പൂർണ്ണമായിട്ട് സമർപ്പിച്ച്, അങ്ങനെ സമർപ്പിച്ച് കഴിയുമ്പോൾ ആ സമർപ്പണത്തിൻ്റെ മേൽ ശലോമോൻ്റെ ദേവാലയത്തിൽ തീ ഇറങ്ങിയതുപോലെ ആ യാഗത്തെ ദഹിപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വരും എന്നൊക്കെ ഒരു മീറ്റിങ്ങിൽ ഒരാൾ പ്രസംഗിച്ചു. ചെറുപ്പക്കാരനായ ഒരു സഹോദരൻ അത് ഗൗരവമായിട്ടെടുത്തിട്ട് അദ്ദേഹം വിചാരിച്ചു, ശരി, ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളെയും കർത്താവിനായിട്ട് കൊടുക്കുക, പൂർണ്ണമായിട്ട് കൊടുക്കുക എന്ന് താൻ തീരുമാനിച്ചു. താൻ വീട്ടിൽ പോയി ഇരുന്നപ്പോൾ തനിക്കൊരു സംശയം. ദൈവത്തിനായിട്ട് ഈ അംഗങ്ങളെ എല്ലാം കൊടുക്കുക എന്ന് പറയുമ്പം പിതാവിനാണോ ഞാൻ കൊടുക്കേണ്ടത്, പുത്രനാണോ കൊടുക്കേണ്ടത്, പരിശുദ്ധാത്മാവിനാണോ കൊടുക്കേണ്ടത്? ദൈവത്തിന് കൊടുക്കുക. അതൊരു വളരെ വേഗമായ ഒരു ചോദ്യം. പക്ഷേ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവുണ്ടല്ലോ, ഇതിൽ ആർക്കാ കൊടുക്കേണ്ടത്? ചെറുപ്പക്കാരൻ ചിന്തിച്ചു. അവൻ പറഞ്ഞു, പിതാവിന് എന്തുണ്ട്? പിതാവിന് ഓൾറെഡി ഒരു ശരീരമുണ്ട്. അതുള്ളതുകൊണ്ടാണല്ലോ ഏദൻ തോട്ടത്തിൽ വെയിലാറിയപ്പോൾ ആദാമിനോടൊപ്പം നടന്നതുമൊക്കെ, തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചതുമൊക്കെ. അപ്പോൾ പിതാവിന് എന്തുണ്ട്? ഒരു ശരീരമുണ്ട്. പുത്രൻ എന്തുണ്ട്? പുത്രൻ തമ്പുരാൻ ഈ ഭൂമിയിൽ നടന്നപ്പം പുത്രനൊരു ശരീരമുണ്ട്. പിന്നെ ആർക്കാ ഒരു ശരീരമില്ലാത്തത്? പരിശുദ്ധാത്മാവിന് മാത്രം ഒരു ശരീരമുള്ളതായിട്ടെങ്ങ് കാണുന്നില്ല. പരിശുദ്ധാത്മാവിനാണ് ശരീരം വേണ്ടത്. ഞാൻ എൻ്റെ ശരീരത്തെ ജീവനുള്ള യാഗമായി പരിശുദ്ധാത്മാവിന് സമർപ്പിക്കുന്നു. അവൻ്റെ ഒരു ചിന്തയാണ്. അവന് നിലത്ത് കിടന്നിട്ട് അവനെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു. പരിശുദ്ധാത്മാവേ, വന്ന് ഇതിനെ, ഈ അവയവങ്ങളെ ഏറ്റെടുത്ത് കർത്താവേ നീ എന്നെ നടത്തണം. പരിശുദ്ധാത്മാവിനെ സന്ദർശിച്ചു. ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ എന്നൊരു പ്രയോഗം നമ്മൾ റോമാലേഖനത്തിൽ കാണുന്നുണ്ട്. നീ ഞാനും ആത്മാവിനാൽ നടത്തപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ ശരീരാംഗങ്ങളെ ആത്മാവിനായിട്ട് വിട്ടുകൊടുക്കാതെ നമുക്കെങ്ങനെ ഇതിനെ ആത്മാവിൽ നടക്കാനായിട്ട് കഴിയും? പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുകയും നമുക്ക് കേട്ട വചനങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മൾ